ദയവായി ശ്രദ്ധിച്ചാലും. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ ജോലി സ്ഥലത്തിലേക്ക് പോകുമ്പോൾ റോഡ് സൈഡിൽ തിങ്ങി നിറഞ്ഞ വീട്ടുകാരുള്ള ഒരു താമസ സ്ഥലത്ത് റോഡ് സൈഡിൽ ഒരു പൂച്ച ചത്ത് കിടക്കുന്നത് കണ്ട് ഞാൻ അതുവഴി രാവിലെ പാസ് ചെയ്ത് പോയി. അപ്പോൾ മനസ്സിൽ കഷ്ടമായി പോയല്ലോ, ആരെങ്കിലും അതിനെ കുഴിച്ചിടും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി ഞാൻ അവിടെ നിന്ന് മടങ്ങിപ്പോയി. എൻ്റെ ജോലി കാര്യങ്ങളും ദൗത്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചൊരു 6 മണിക്ക് ശേഷം, വൈകിട്ട് 6 മണിക്ക് ശേഷം തിരിച്ച് ഞാൻ വന്ന വഴിക്ക് രാവിലെ കണ്ട പൂച്ച ചത്ത അതേ സ്ഥലത്ത് വീണ്ടും അവിടെ കിടക്കുന്നത് കണ്ടു. ഞാൻ അവിടെ കഴിഞ്ഞ് കുറേ കൂടെ 1 കിലോമീറ്ററോളം മുന്നോട്ട് പോയെങ്കിലും ആ പൂച്ചയോടുള്ള ഡെഡ് ബോഡിയോട് ആർക്കും ഒരു ആദരവ് കാണിക്കാൻ ഇല്ലല്ലോ, ആരും അതിനെ എടുത്ത് കുഴിച്ചിട്ടില്ലല്ലോ എന്ന് തോന്നി. ഞാൻ തിരികെ വന്ന് തൊട്ടടുത്ത വീട്ടിൽ നിന്നും ഒരു കുന്താരിയും മമ്മട്ടിയൊക്കെ സംഘടിപ്പിച്ച് ആ പൂച്ചയെ കുഴിച്ചിട്ടിട്ടേ പോകൂ എന്ന് മനസ്സിൽ നിശ്ചയിച്ച് ഞാനത് അങ്ങനെ തന്നെ ചെയ്തു. അപ്പോൾ കുന്താരിയും മമ്മട്ടിയും നിന്ന വീട്ടിലെ ആൾ എന്നോട് ചോദിച്ചു, നഗരസഭയിൽ നിന്ന് വന്നതാണോ എന്നോട് ചോദിച്ചു. അല്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പിന്നെ നിങ്ങൾ ആരാണ് എന്നോട് ചോദിച്ചു. രാവിലെ മുതൽ ഇത്രയും നേരമായിട്ട് ഈ പൂച്ചയെ കുഴിച്ചിടാനുള്ള ഒരു സന്മനസ് നിങ്ങൾ ചെയ്തില്ലല്ലോ എന്നുള്ള എൻ്റെ പരിഭവം ഞാൻ അദ്ദേഹത്തെ അറിയിച്ചു. നിങ്ങൾ നഗരസഭയിൽ നിന്നല്ലെങ്കിൽ പിന്നെ ആരാണ് ഇങ്ങനെയുള്ള ഒരു പുണ്യപ്രവൃത്തി ചെയ്തത് എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുവാൻ ഞാൻ എഴുതിയ ലഘുലേഖ അദ്ദേഹത്തിന് കൈമാറി ഞാൻ അവിടുന്ന് മടങ്ങിപ്പോന്നു. ദയവായി ഇനി ആ വീഡിയോ കണ്ടാൽ. രാവിലെ ഞാനിതൊരു പാസ് ചെയ്തപ്പോൾ ഒരു പൂച്ച ഇവിടെ ചത്ത് കിടക്കുന്നത് കണ്ടതാണ്. ഈ വീടിൻ്റെ പരിസരത്തെല്ലാം വീടുകളാണ്, തിങ്ങി നിറഞ്ഞ വീടുകളാണ് ഈ പ്രദേശത്തെല്ലാം കാണാം. വൈകിട്ട് വരെ ഈ പൂച്ച ഇവിടെ കിടന്നിട്ടും ആരും അതിനെ കുഴിച്ചു മൂടാനായിട്ട് തയ്യാറാവുന്നില്ല. ക്ഷുദ്രജീവികളിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുന്ന ഈ പൂച്ചയുടെ ഡെഡ് ബോഡിയോടെങ്കിലും ഒരു ആദരവ് കാണിക്കണ്ടേ? അപ്പോൾ അത് ഞാനൊന്ന് പരിസരത്തുനിന്നൊരു കുന്താലിയും മമ്മട്ടിയൊക്കെ മേടിച്ച് അതൊന്ന് കുഴിച്ചിടാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ചെയ്തൊരു ആശ്വാസകരമായില്ലയോ? ആശ്വാസമായെന്ന് വെച്ചാൽ ഞാൻ അതാ ചോദിച്ചത്, സാറിന്റെ പേരെന്താ ഇത്രയും പുണ്യം കണ്ടോണ്ടാണ് ചോദിച്ചത്. ആരും ചെയ്യത്തില്ല. പേരിൽ എന്തിരിക്കുന്നു? ആരും ചെയ്യത്തില്ല. ദൈവം നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ പിന്നെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം നമ്മൾ നിർവഹിക്കും. ആരും ചെയ്യത്തില്ല. അത്ര മാത്രമേ ഉള്ളൂ. അല്ല നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല.